അതായത് നമ്മൾ ബിസിനസ്സിൽ കേരളത്തിലെ മിക്ക ബിസിനസ്സുകാരും പൊട്ടിപ്പോകുന്നതിൻ്റെ ഒരു അടിസ്ഥാന കാരണം നമ്മൾ ഫണ്ട് മാനേജ് ചെയ്യുന്നതിലെ പ്രൊഫഷണലിസം ഇല്ലായ്മയാണ്. നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലെടുത്ത് പെരവയ്ക്കും, വർക്കിംഗ് ക്യാപിറ്റലെടുത്ത് കാറ് വാങ്ങും, വർക്കിംഗ് ക്യാപിറ്റലെടുത്ത് മകളുടെ കല്യാണം നടത്തും, വർക്കിംഗ് ക്യാപിറ്റലെടുത്ത് ഫ്ലാറ്റ് വാങ്ങും. എന്നിട്ട് എവിടെയെങ്കിലും ചെന്ന് നമ്മൾ മുടങ്ങുമ്പോൾ അവിടെ കൊണ്ട് തീർന്നു. അതുകൊണ്ട് നിങ്ങൾ വർക്കിംഗ് ക്യാപിറ്റലിനെ തൊട്ട് കളിക്കുകയേ അരുത്. ഫണ്ട് മാനേജ് ചെയ്യുന്നത് പ്രൊഫഷണലായി മാനേജ് ചെയ്യണം. എൻ്റെ കമ്പനിയിൽ ഇപ്പോൾ കോടിക്കണക്കിന് അക്കൗണ്ട് കിടപ്പുണ്ട്. എനിക്കും എൻ്റെ പാർട്ണർ ഷാനും എത്ര കോടി വേണമെങ്കിലും എടുക്കാം. ഞാനും ഷാനും അങ്ങനെ തുടങ്ങിയാൽ ഫ്രഷ് ടു ഹോം അല്ലെ അത് വമ്പനായാലും ഒരു വർഷത്തിനുള്ളിൽ പൊട്ടിപ്പോകും. എനിക്ക് 1000 രൂപ വേണമെങ്കിൽ ഞാനിപ്പോൾ ആദ്യം ഷാനൊരു മെയിൽ വിടും. ഷാനത് ഞങ്ങളുടെ CFOയ്ക്ക് കൊടുക്കും. CFO അക്കൗണ്ട്സിന് എടുക്കും, എല്ലാം തിരിച്ചു തരാണെന്ന് ചോദിക്കും. അങ്ങനെ എല്ലാം പാസ്സാക്കി കഴിയുമ്പോൾ എനിക്ക് 1000 രൂപ എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഞങ്ങളാരും പോകാറില്ല 1000 രൂപ ചോദിച്ച്. 1000 രൂപ വിറ്റ് വരെ ഉള്ളൊരു കട സ്വാഭാവികമായും അവൻ അതിനകത്ത് 600-700 രൂപ അതിൻ്റെ സാധനം വാങ്ങിയവർ കൊടുക്കാനുള്ളതായിരിക്കും. കൊടുക്കുകയല്ല നമ്മൾ, അവൻ 200 കൊടുക്കും, ബാക്കി നമ്മൾ റോൾ ചെയ്യും. 100 രൂപയ്ക്ക് തന്നുകൊണ്ടിരുന്ന സാധനം മുഴുവൻ പൈസ എനിക്ക് തരുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ സപ്ലയർ സ്വാഭാവികമായും 101 ആക്കുമെന്നേ 10 ദിവസം കഴിയുമ്പോൾ. നമുക്ക് റോൾ ചെയ്താൽ മതി. നമ്മളവനിങ്ങനെ റോൾ ചെയ്യുവാണ്. നമ്മുടെ കാശിൻ്റെ പേര് ചക്രം എന്നായിരുന്നു. ഈ ചക്രം ഇങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ ചക്രത്തിന് ഉരുട്ടിയ ചക്രം ഉരുളും. പക്ഷെ ഒരിക്കൽ ചക്രം നിങ്ങളൊരു ഉരുട്ടും. അത് കോവിഡാവാം, നിങ്ങൾക്കൊരു പനിയാവാം, അത് മതി. അതുകൊണ്ട് ഒരിക്കലും വർക്കിംഗ് ക്യാപിറ്റലിനെ തൊട്ട് നിങ്ങൾ കളിക്കരുത്. ആ പ്രൊഫഷണലിസം ബിസിനസ്സിൻ്റെ ഇങ്ങേ തലം മുതൽ അങ്ങേ തലം വരെ നമുക്ക് വേണം. അതുകൊണ്ട് നിങ്ങൾ പാഷനെ തിരഞ്ഞെടുക്കണം. മാക്സിമം ടെക്നോളജി നിങ്ങളുടെ പാഷനകത്തേക്ക് കയറ്റണം. പ്രൊഫഷണലായി മാനേജ് ചെയ്യണം കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഫണ്ട് മാനേജ്മെൻറ്റ്. പണ്ടത്തെ പോലെ പിന്നത്തെ ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്തുക, ഡെലിഗേഷൻ എന്ന് പറയും. നിങ്ങൾക്ക് ബിസിനസ്സിൽ വലുതാകണമെന്ന് ആഗ്രഹമുണ്ടോ? ആ ബിസിനസ്സിൻ്റെ MD ആണ് നിങ്ങളെങ്കിൽ, അതിൻ്റെ ഓണറാണ് നിങ്ങളെങ്കിൽ, നാളെ മുതൽ നിങ്ങൾ ഒരു കാരണവശാലും ഇന്നലെ നടന്ന കഥയിലേക്ക് നോക്കരുത്. രാവിലെ ഓഫീസിൽ പോയിരുന്നു, ഇന്നലത്തെ വൗച്ചർ മുഴുവൻ ഒപ്പിടുക, നോക്കുക, ടിക്ക് ചെയ്യുക, ഓക്കെ. ഇതാണ് നിങ്ങൾ പണിയെങ്കിൽ ഒരു കാലത്ത് നിങ്ങൾ രക്ഷപ്പെടും. അപ്പം പറയും, എൻ്റെ അപ്പം പറഞ്ഞിട്ടുണ്ട് ഓരോ പൈസയും നിൻ്റെ കയ്യിൽ കൂടി വേണം പോകാനെന്ന്. അപ്പൻ്റെ കാലത്ത് ഒന്നും ഇല്ലായിരുന്നെന്ന്. നിങ്ങളുടെ ബാങ്കിൽ കിടക്കണ 5 പൈസ പോയ മെസ്സേജ് വരും നിങ്ങളുടെ ഫോണിൽ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നിങ്ങൾ നാളെ മുതൽ സാമ്പത്തികം നോക്കണാലും എന്തായാലും ഓരോരുത്തരെ ഡെലിഗേറ്റ് ചെയ്ത കാര്യങ്ങൾ കൊടുക്കണം. നിങ്ങൾ ഓഫീസിൽ കയറിയിരിക്കേണ്ടത് ഇന്നലത്തെ പൈസ പോയ കാര്യം നോക്കാനായിരിക്കരുത്. നിങ്ങൾ ഇന്നലത്തെ അവിടുത്തെ പിള്ളേരുടെ സമരം നോക്കാനോ അവരെ വയ്ക്കാനോ വഴക്ക് പറഞ്ഞപ്പോൾ അവർ തമ്മിലുള്ള പ്രശ്നം തീർക്കാനോ ആവരുത്. നിങ്ങൾ പോയിരിക്കേണ്ടത് അടുത്ത 3 മാസം കഴിഞ്ഞ് ഞാൻ എന്തായിരിക്കണം എന്നാലോചിക്കാനായിരിക്കണം. ഡെലിഗേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, നിങ്ങൾക്കങ്ങനെ ടീമിനെ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ, നിങ്ങളൊരു കടയാണ് തുടങ്ങിയാൽ നിങ്ങൾ ആ കടയ്ക്കകത്ത് തന്നെ ഇരിക്കും, വേറെ അങ്ങോട്ടും പോയല്ല. വിദേശത്ത് ജോലി ഉണ്ടായിരുന്ന മനുഷ്യനെ ജോലിയും കളഞ്ഞ് നാട്ടിൽ പോന്നു. ഇവിടെ വന്നൊരു വർക്ക്ഷോപ്പ് തുടങ്ങി. അപ്പോൾ അവൻ്റെ അധ്യാപകനെ അപ്പം പറഞ്ഞു, എൻ്റെ മകൻ നശിഞ്ഞ് വിദേശത്തെ ജോലിയും കളഞ്ഞ് ദൈവം വർക്ക്ഷോപ്പ് തുടങ്ങിയേക്കണം. അപ്പനെ എനിക്കറിയില്ല, മകൻ്റെ പേര് ധീരുഭായ് അംബാനി എന്നാണ്. ആ ധീരുഭായ് അംബാനി ചോർവാട് വർക്ക്ഷോപ്പ് തുടങ്ങുമ്പോൾ 1000കണക്കിന് വർക്ക്ഷോപ്പ് ഇന്ത്യയിലുണ്ടായിരുന്നു. അതിനേക്കാൾ മുമ്പ് തുടങ്ങി അതിനേക്കാൾ വലിയ വർക്ക്ഷോപ്പുകൾ. പക്ഷേ ആ വർക്ക്ഷോപ്പിൽ ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നറിയോ? ആ പലകപ്പെട്ടിപ്പുറത്ത് തന്നെ ഇരുന്നു. എന്നിട്ട് ഓരോ നെട്ടും ബോൾട്ടും, ഞാൻ വളരെ സൂക്ഷിച്ചാണ് ബിസിനസ് ചെയ്യുന്നത്, ഓരോ നെട്ടും ബോൾട്ടും അവൻ എടുത്തു കൊടുത്തുകൊണ്ടിരുന്നു. ഇങ്ങനെ ധീരുഭായ് അംബാനി 5-6 മാസം കഴിഞ്ഞപ്പോൾ അതിനൊക്കെ കണക്കുണ്ടാക്കി കാര്യം ഉണ്ടാക്കി ആ ആളെ വിട്ട് ആ പെട്ടിപ്പുറത്ത് അവനെ ഇരുത്തിട്ട് അവൻ അടുത്തതിന് പോയി. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ മാത്രം ഇടപഴകി അതിനകത്ത് 24 മണിക്കൂറും ചെലവഴിക്കാൻ പോയാൽ വളർച്ചയെന്ന സാധനം ഉണ്ടാക്കിയാൽ നിങ്ങൾ ഇരുന്നുകൊണ്ടിരിക്കണം, അങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യണം, ഡെലിഗേറ്റ് ചെയ്യണം കാര്യങ്ങൾ. നിങ്ങൾ 10 പേരെ നിയമിച്ചാൽ അത് ചിലപ്പോൾ 8 പേരും മോശക്കാരായിരിക്കും, മാറ്റിക്കോ. പക്ഷേ നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്യണം. നിങ്ങളുടെ സമയം നിങ്ങൾ ചെലവഴിക്കേണ്ടത് അടുത്ത 3 മാസം കഴിഞ്ഞ് ഞാൻ ആരായിരിക്കണം എന്ന് തീരുമാനിക്കുന്നിടത്തായിരിക്കണം.